വിജയദശമി ദിനത്തിലെ RSS മേധാവി മോഹൻ ഭാഗവതിൻ്റെ പ്രസംഗം വലിയ രീതിയിൽ ശ്രദ്ധ നേടുകയാണ്. RSS പ്ലേ ബുക്കിൽ വലിയ രീതിയിലുള്ള ഒരു സ്ട്രാറ്റജിക്കൽ ഷിഫ്റ്റാണോ സംഭവിച്ചിരിക്കുന്നത് തുടങ്ങിയ രീതിയിലാണ് ചർച്ചകൾ മുമ്പോട്ട് പോകുന്നത്. അതിൽ ചില ഈ സാമ്പത്തിക നയവുമായി ബന്ധപ്പെട്ടിട്ട് അദ്ദേഹം പറയുന്നൊരു കാര്യമുണ്ട്. പല രീതിയിലുള്ള പോരായ്മകൾ നമ്മുടെ സാമ്പത്തിക നയത്തിലുണ്ട്. അതിൽ പറയുന്നത് നിലവിലുള്ള സാമ്പത്തിക വ്യവസ്ഥയുടെ പോരായ്മകൾ എന്നതിൽ പറയുന്നത് സമ്പന്നരും ദരിദ്രരും തമ്മിലുള്ള വിടവ് വർദ്ധിക്കുന്നു, സാമ്പത്തിക ശക്തിയുടെ കേന്ദ്രീകരണം, ചൂഷകർക്ക് എളുപ്പത്തിൽ ചൂഷണം ചെയ്യാൻ കഴിയുന്ന പുതിയ സംവിധാനങ്ങൾ ശക്തിപ്പെടുന്നു, പരിസ്ഥിതിയെ നശിപ്പിക്കൽ, യഥാർത്ഥ വ്യക്തിബന്ധങ്ങൾക്ക് പകരം ഇടപാട്, മനുഷ്യത്വമില്ലായ്മ ഇവയൊക്കെ ഉയരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. യഥാർത്ഥത്തിൽ ഇത് കേൾക്കുമ്പോൾ ചില കമ്മ്യൂണിസ്റ്റുകാരൊക്കെ പറയുന്ന പോലുള്ള ചില വിഷയങ്ങളൊക്കെ അദ്ദേഹം ടേക്കപ്പ് ചെയ്യണോ? കമ്മ്യൂണിസ്റ്റുകാർ പറയുന്ന പോലെയുള്ള വിഷയങ്ങളല്ല ഗൗതം. ഇത് RSSൻ്റെ എക്കാലത്തെയും വലിയ സ്ട്രാറ്റജിയാണ്. കാരണം RSS ഒരു ഘട്ടത്തിൽ ചിലപ്പോൾ നമുക്ക് മോദിയെ വിമർശിക്കുന്നതായി തോന്നാം, ഒരു ഘട്ടത്തിൽ BJP തന്നെ വിമർശിക്കുന്നതായി തോന്നാം. എന്ന് പറഞ്ഞാൽ RSS എപ്പോഴും ഒരു കറക്റ്റീവ് ഫോഴ്സായി നിലനിൽക്കുന്നു എന്നൊരു തോന്നലാണ് ഉണ്ടാവുന്നത്. ഇപ്പോൾ RSS പലപ്പോഴും ഞങ്ങൾ സൊസൈറ്റിയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്, ട്രസ്റ്റാണെന്ന് പറഞ്ഞിട്ടുണ്ട്, ഒരു കോടതിയിൽ തന്നെ ചെന്ന് രാഷ്ട്രീയ പാർട്ടിയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഏതും പറയാൻ കഴിയുന്നൊരു ഫ്രീഡം RSSനുണ്ട്. കാരണം RSSന് കൃത്യമായിട്ടൊരു സംഘടനയില്ല, മെമ്പർഷിപ്പില്ല, ഇത്തരം കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഇത് പറയുന്നത്. പക്ഷെ ഇപ്പോൾ പറഞ്ഞേക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം കഴിഞ്ഞ 2024 തെരഞ്ഞെടുപ്പിന് ശേഷം RSSന് ഉണ്ടായിട്ടുള്ള ചിന്തയാണെന്ന് ഞാൻ വിചാരിക്കുന്നു. അതിൻ്റെ കാരണം ഈ പറയുന്ന മോദി 3.0 എന്ന് പറഞ്ഞിട്ട് ഒരു ലേഖനം അന്ന് തന്നെ ഇന്ത്യൻ എക്സ്പ്രസ്സിൽ എന്ത് ചെയ്തിരുന്നു, കണ്ടിന്യൂസ്ലി എഴുതിക്കൊണ്ടിരുന്ന RSSൻ്റെ ചില ബുദ്ധിജീവികളൊക്കെ തന്നെ എഴുതിയിരുന്നു. അപ്പോൾ അത്തരം എഴുതിയതും അതിനുശേഷം ഈ മോഹൻ ഭാഗവത് തന്നെ നടത്തിയ പ്രസ്താവനകളും ഒക്കെ തന്നെ ചേർത്ത് നോക്കുമ്പോൾ ഇപ്പോൾ അദ്ദേഹം പറഞ്ഞേക്കുന്നത് മോദിയുടെ ഈ പറയുന്ന പോലെ ഒരു നവ ലിബറൽ സാമ്പത്തിക നയങ്ങൾക്കെതിരാണ്. താങ്കൾ വായിച്ചത് കൂടാതെ വേറൊരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്. ആ കാര്യം എന്ന് പറയുന്നത് അമേരിക്കയുമായിട്ട് താരിഫിൻ്റെ കാര്യത്തിൽ ഉണ്ടായിട്ടുള്ള നിലപാടുകളിലൊക്കെ ഒരു പുനഃപരിശോധന വേണം, ഒരു റീകൺസിഡറേഷൻ വേണം എന്നാണ് അദ്ദേഹം പറഞ്ഞേക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഇക്കോണമി വലിയ പ്രശ്നത്തിലാകുന്നുവെന്നും ഇത് വലിയ ഡാമേജിലേക്ക് പോകുന്നുവെന്നും അങ്ങനെ പോയാൽ യഥാർത്ഥത്തിൽ ഇന്ത്യ ഈ പറയുന്ന മോദിയുടെ ഇമേജ് പിന്നെയും കുറയും, BJPയുടെ സാധ്യതകൾ പിന്നെയും കുറയും എന്നൊരു ഓർമ്മപ്പെടുത്തലാണ് RSS നടത്തിയിരിക്കുന്നത്. അത് RSSന് വളരെ കൃത്യമായിട്ട് അറിയാവുന്നതാണ്. പിന്നെ RSS പറഞ്ഞാലും ഇല്ലെങ്കിലും ഇതായിട്ടുള്ള അറിയാമല്ലോ, ഈ പാവപ്പെട്ടവനും പണക്കാരനും തമ്മിലുള്ള ഗ്യാപ്പ് വൈഡൻ ചെയ്യുന്നു എന്നുള്ളതൊക്കെ അറിയാവുന്നൊരു കാര്യമാണ്. അപ്പോൾ RSS എക്കാലത്തും എടുത്തിട്ടുള്ള നിലപാട് അവരുടെ ഒരു പൊളിറ്റിക്കൽ ഔട്ട്ഫിറ്റാണ്. അത് പരോക്ഷമായിട്ട് മുതലാളിത്തത്തിനെതിരെയൊന്നും RSS നിൽക്കില്ല. RSS മുതലാളിത്തത്തിനൊന്നും എതിരല്ല, അതൊക്കെ തെറ്റാണ്. RSSന് ഇപ്പോഴത്തെ അജണ്ട എന്ന് പറഞ്ഞാൽ ബേസിക്കലി RSSനെ സംബന്ധിച്ചോളം മോദി ബ്രാൻഡിന്റെയും മോദിയുടെ പോപ്പുലാരിറ്റിയും കുറയുന്നു. അതിന് കാരണം സമ്പത്ത് കേന്ദ്രീകരിക്കുന്നു എന്ന് പറയുന്നത് എന്താണ് അർത്ഥമാക്കുന്നത്? സമ്പത്ത് കേന്ദ്രീകരിക്കുന്നതിനെതിരെ RSSന്റെ ബദൽ എക്കണോമിക് പോളിസി എന്താണ്? സമ്പത്ത് കേന്ദ്രീകരിക്കാതിരിക്കാൻ. അപ്പോൾ അതൊക്കെ മോഹൻ ഭാഗവതിനെ പോലെയുള്ള ആളുകൾക്ക് പോലും അല്ലെങ്കിൽ RSSന് പോലും അത്തരത്തിലുള്ള ഐഡിയോളജി ഒന്നുമില്ല. RSS ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ യഥാർത്ഥ ഉദ്ദേശം എന്ന് പറയുന്നത് ആ 42 മിനിറ്റുള്ള സ്പീച്ച് മുഴുവനായിട്ട് കേട്ടാൽ നമുക്ക് ഒരു കാര്യം മനസ്സിലാവും. കാരണം ആ സ്പീച്ച് തുടങ്ങുന്നത് എന്ന് പറഞ്ഞിട്ടാണെന്നറിയോ? തുടങ്ങുന്നത് 350 കൊല്ലത്തേക്കുള്ള ഗുരു തേജ് ബഹദൂർ എന്ന് പറയുന്ന മഹാരാജ് അവർ ഈ പറയുന്ന പോലെ പ്രൊട്ടക്ഷന് വേണ്ടി അദ്ദേഹത്തിൻ്റെ ജന്മവർഷ തീയതിയാണ്. ആ 350 കൊല്ലം മരിച്ചുപോയ അദ്ദേഹത്തിൻ്റെ രക്തസാക്ഷിത്വം എന്തിനു വേണ്ടിയായിരുന്നു എന്നറിയോ? അദ്ദേഹത്തിൻ്റെ രക്തസാക്ഷിത്വം ഫോറിൻ റിലീജിയൻ ഇങ്ങോട്ട് വരാതെ നമ്മുടെ റിലീജിയനെയും ഹിന്ദു സൊസൈറ്റിയെയും പ്രൊട്ടക്ട് ചെയ്ത ഒരാൾ എന്നുള്ള നിലക്കാണ്. ഇനി അതിനുശേഷം അല്ല, കൃത്യമായി പറഞ്ഞേക്കുന്നത് ഫോറിൻ റിലീജിയനെ ഇങ്ങോട്ട് വരാതെ തടഞ്ഞ ഒരാളാണ്, അതിനുവേണ്ടി രക്തസാക്ഷിത്വം വഹിച്ച ആളാണ്. ഒന്ന്. രണ്ടാമത്തത് ആരാന്നറിയോ? മഹാത്മാഗാന്ധിയെ കുറിച്ച് പറയുന്നത് അദ്ദേഹം ഒരു ഫ്രീഡം ഫൈറ്റർ ആയിരുന്നു, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ലീഡർ ആയിരുന്നു എന്നുള്ളതല്ല. അതിനേക്കാൾ ഉപരി എന്ന് പറഞ്ഞൊരു സ്വാഭിമാൻ, അതായത് ഇന്ത്യയുടെ ഈ പറയുന്ന പോലെ എന്ത് ചെയ്തു, സെൽഫ് റിലയൻസ് വർദ്ധിപ്പിച്ച ഒരാളെന്നുള്ള നിലക്കാണ്. ഇനി അടുത്തത് ലാൽ ബഹദൂർ ശാസ്ത്രിയുടെ ബർത്ത് ആനിവേഴ്സറി ആണ് എന്ന് പറയുന്നുണ്ട് അദ്ദേഹം. ആ പറയുന്നതിലും അദ്ദേഹം ചില പോയിന്റുകൾ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. അതിൽ പറയുന്നത് സിംപ്ലിസിറ്റി, ഹ്യൂമിലിറ്റി, ഇൻറ്റഗ്രിറ്റി, ഡിറ്റർമിനേഷൻ, ഇത്തരത്തിലുള്ള ഈ 3 പേരെ കണ്ട് ഒരു വ്യക്തി എന്തായിരിക്കണം എന്ന് പഠിക്കണം എന്നാണ് പറഞ്ഞേക്കണം. ആ പഠിക്കണമെന്ന് പറഞ്ഞേക്കണേ ഒരൊറ്റടുത്തോളൂ, വേറെ ആരും പഠിക്കാൻ വേണ്ടിയിട്ടില്ല. അത് നരേന്ദ്രമോദി പഠിക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം പറഞ്ഞേക്കണം. നരേന്ദ്രമോദി യഥാർത്ഥത്തിൽ RSSന് സറണ്ടർ ചെയ്തിട്ടുണ്ട്. നരേന്ദ്രമോദി കഴിഞ്ഞ നമ്മുടെ മോഹൻ ഭാഗവതിൻ്റെ ജന്മദിനത്തിൽ തന്നെ നമ്മൾ തമ്മിൽ ഡിസ്കസ് ചെയ്തതാണ്, വലിയ പ്രശംസാ വാചകങ്ങളൊക്കെ ചൊരിഞ്ഞിരുന്നു. പക്ഷെ അതുകൊണ്ടൊന്നും RSSന് മതിയാവില്ല. കാരണം RSS എന്ന് പറയുന്നത് വളരെ കൃത്യമായ അജണ്ട വെച്ച് 100 കൊല്ലം വളരെ ശാന്തമായി പരിശ്രമിച്ചൊരു ഒരു എന്താ അതിനെ വിളിക്കുക, സൊസൈറ്റി എന്നാണോ അല്ലെങ്കിൽ സംഘടന എന്നാണോ സാമൂഹിക സംഘടന എന്നാണോ എന്നറിയില്ല. കാരണം അത് ലോകത്തെവിടെയും രജിസ്റ്റർ ചെയ്തിട്ടില്ല. വളരെ വിചിത്രമായ രീതിയിൽ വർക്ക് ചെയ്യുന്നൊരു സ്ഥാപനമാണ്. അപ്പോൾ ആ സംഘടനയാണ്. ആ സംഘടനയെ സംബന്ധിച്ച് അടുത്ത കാര്യം എന്താണെന്ന് വെച്ചാൽ ഒറ്റ കാര്യമേ ഉള്ളൂ. അത് ഗൗതം, ഇതിനെ ഹിന്ദുരാഷ്ട്രം എന്ത് ചെയ്യുക,
പൂർണ്ണമായിട്ടും ആക്കുക എന്നുള്ളതാണ്. ഇതിൽ അദ്ദേഹം പക്ഷെ അവിടെയാണ് നമുക്ക് ചില കൺഫ്യൂഷൻ ഉടലെടുക്കുന്നത്. പൊതുവേ ആളുകൾക്ക് ഇതിനെ എതിർക്കുന്ന ആളുകൾ ഹിന്ദു രാഷ്ട്രം എന്ന് പറഞ്ഞാൽ ഓൺലി ഹിന്ദുക്കൾ മാത്രമുള്ള. പക്ഷേ പുള്ളിയുടെ ഒരു ഇതിൽ പറയുന്നത് അതിൽ മുസ്ലിങ്ങളുണ്ട്, മുസ്ലിങ്ങൾ എത്രയോ കാലങ്ങളായിട്ട് ഇവിടെ ഉണ്ടായിട്ടുണ്ട്, ഇനി അവർക്കൊന്നും സംഭവിക്കില്ല, അവർ ഇവിടെ തന്നെ നിലനിൽക്കുന്നൊക്കെ അതിൽ പറയുന്നുണ്ട്. അതായത് ഇന്ത്യൻ നാഷണലിസം എന്ന് പറയുമ്പോൾ എല്ലാവരും വരുന്നുണ്ട്. അതുപോലെയാണ് ഹിന്ദു എന്ന് പറയുന്ന അല്ലെങ്കിൽ ഹിന്ദു രാഷ്ട്ര എന്ന് പറയുന്ന ഒരു സാധനത്തെ അദ്ദേഹം വിശേഷിപ്പിക്കുന്നത്. ഈ നമ്മുടെ നടൻ സീരിയൽ നടനായിട്ടുള്ള കൃഷ്ണകുമാർ പറഞ്ഞില്ലേ, അതായത് എൻ്റെ വീട്ടിൽ വന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് ഞാൻ കുഴി കുത്തി എന്ത് ചെയ്തിരുന്നു, മറ്റേ ഇല വെച്ചിട്ട് അതിനകത്ത് കഞ്ഞി വിളമ്പിരുന്നു, അത് കുടിക്കാൻ എനിക്ക് കൊതി തോന്നിയിരുന്നു എന്ന് പറയില്ലേ ഗൗതം. അതുപോലെ തന്നെയാണ് ഈ പറയുന്നത്. അതായത് നമ്മുടെ മുസ്ലിംസ് വേണം, ക്രിസ്ത്യൻസ് വേണം, അതുപോലെ പാഴ്സി വേണം, സിഖുകാർ വേണം, അവർക്കൊക്കെ ഇവിടെ ജീവിക്കാനുള്ള അവകാശമുണ്ട് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൻ്റെ നിരവധി ഔട്ട്ഫിറ്റുകളുണ്ട്. ഇപ്പോൾ ബജരംഗ് ദളുണ്ട്, മറ്റു പല ആളുകളുണ്ട്. അക്രമത്തിന് അവരെ കൊണ്ട് ആഹ്വാനം ചെയ്യിക്കാം, ഇവരെ കൊണ്ട് എന്ത് ചെയ്യാം, വേറൊരു കാര്യം പറയിപ്പിക്കാം എന്നുള്ളതിന് അർത്ഥമുള്ളൂ. ഇതിൽ അദ്ദേഹം പറയുന്നത് ലാസ്റ്റത്തെ 2 സെൻറ്റൻസ് ഉണ്ട് ഏറ്റവും അവസാന ഭാഗത്തേക്ക് കിടക്കുമ്പോൾ. ഹിന്ദു സൊസൈറ്റി ഗ്യാരണ്ടി ദ നാച്ചുറൽ യൂണിറ്റി എന്നാണ്. എന്ന് പറഞ്ഞാൽ ഹിന്ദു സമൂഹം ഇവിടുത്തെ ഒരു നാച്ചുറൽ യൂണിറ്റി ഞങ്ങൾക്ക് എന്ത് ചെയ്യുന്നു, വാഗ്ദാനം ചെയ്യുന്നു എന്നാണ്. രണ്ടാമത്തത് ഇന്ത്യയെ ഡെവലപ്പ് ചെയ്യിക്കേണ്ട, ഇന്ത്യയെ ഈ പറയുന്ന പോലെ ഭാരതത്തെ ഉന്നമനത്തിലേക്ക് എത്തേണ്ടതിൻ്റെ ഫുൾ റെസ്പോൺസിബിലിറ്റിയും ഞങ്ങൾ ഹിന്ദു സൊസൈറ്റി എന്ത് ചെയ്തിരിക്കുന്നു, ഏറ്റെടുത്തിരിക്കുന്നു. ആ ഹിന്ദു സൊസൈറ്റിയുടെ ഒരു ഔദാര്യം എന്നുള്ള നിലക്കാണ് ഇദ്ദേഹം പറയുന്നത് മറ്റ് ആളുകൾക്കൊന്നും ഒരു പ്രശ്നം ഉണ്ടാവില്ല, ഇവിടെ ജീവിക്കാൻ കുഴപ്പമുണ്ടാവില്ല എന്ന് പറയുന്നത്. വേറെ പറയുന്നുണ്ട്, വി ലുക്ക് അറ്റ് ദം ആസ് അവേഴ്സ്, നമ്മളെ എന്താ റേദർ ദാൻ അതർ, അതും പറയുന്നുണ്ട്. ഇതിൻ്റെ അടിസ്ഥാനപരമായി 42 മിനിറ്റുള്ള ആ മുഴുവൻ പ്രസംഗവും എനിക്കിവിടെ പറയാൻ പറ്റില്ല കൂത. പക്ഷേ ഞാൻ വളരെ കൃത്യമായി പറയുന്നു, ആ 42 മിനിറ്റിൻ്റെയും പ്രസംഗത്തിൽ ഇപ്പോൾ അദ്ദേഹത്തെ അത് പറയിപ്പിച്ചത് 2 കാര്യങ്ങളാണ്. ആ 2 കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ, കഴിഞ്ഞ തവണ 303 സീറ്റിൽ നിന്നും 240 പോയ BJPയുടെ പ്രകടനത്തെയും ആകെ തകർന്നുകൊണ്ടിരിക്കുന്ന മോദി എന്ന് പറയുന്ന ബ്രാൻഡിനെയും BJP എന്ന് പറയുന്ന പൊളിറ്റിക്കൽ ഔട്ട്ഫിറ്റിൻ്റെ ഒരുപക്ഷെ യഥാർത്ഥത്തിൽ പറഞ്ഞൊരു ഡീഗ്രോത്തിനെയും ഒക്കെ അദ്ദേഹത്തെ വറി ചെയ്യുന്നതുകൊണ്ട് അദ്ദേഹം ഇത്തരത്തിലുള്ള ഉപദേശങ്ങൾ എല്ലാ കാലഘട്ടങ്ങളിലും എന്ത് ചെയ്യാറുണ്ട്, നടത്താറുണ്ട്. അത്തരത്തിലുള്ളൊരു ഉപദേശം മാത്രമാണ് ഇത് ചെയ്തത്. കാരണം ഒരിടക്ക് ഈ പറയുന്ന മോഹൻ ഭാഗവത് RSS ഒക്കെ വിചാരിച്ചിരുന്നത് 282 സീറ്റുകളിൽ നിന്ന് 303 സീറ്റായി, 303 സീറ്റുകളിൽ നിന്ന് 400 സീറ്റാകും, അങ്ങനെ 400 സീറ്റുകളിലേക്ക് 450 സീറ്റുകളിലേക്കും ഒക്കെ വരുമ്പോൾ വേണമെങ്കിൽ ഇതൊരു ഹിന്ദു രാഷ്ട്രമായി പ്രഖ്യാപിക്കാവുന്ന അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു എല്ലാ സാഹചര്യങ്ങളും ഒരുങ്ങുന്നു എന്നാണ് വിചാരിച്ചിരുന്നെങ്കിൽ അതങ്ങനെയല്ല എന്ന് മനസ്സിലാക്കി ഇന്ത്യയിലെ മഹാഭൂരിപക്ഷം വരുന്ന ഹിന്ദു ജനവിഭാഗം പോലും ഇതിനോട് അനുകൂലമല്ല എന്ന് മനസ്സിലാക്കിയിട്ടുള്ള ഒരു സ്ട്രാറ്റജിക് ഈ പറയുന്ന പോലെ ഒരു ടോക്ക് മാത്രമാണത്. അത്തരത്തിലുള്ള സ്ട്രാറ്റജിക് ടോക്ക് കഴിഞ്ഞ 100 കൊല്ലത്തെ ചരിത്രത്തിനിടക്ക് എല്ലായ്പ്പോഴും RSS എടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് വാസ്തവം. ഈ ശിവലിംഗത്തിന്റെ പല സ്ഥലങ്ങളിലും ശിവലിംഗം തപ്പി നടക്കുന്നതിന് ഇദ്ദേഹം ഒരു ഘട്ടത്തിൽ വിമർശിച്ചിരുന്നു, അതിന്റെ ആവശ്യമില്ല. ഗ്യാൻവാബി മസ്ജിദിൽ ശിവലിംഗത്തിന്റെ കേസുണ്ടായപ്പോഴാണ് ഇനി എല്ലാ ക്ഷേത്രങ്ങളുടെ താഴെയും നിങ്ങൾ ശിവലിംഗം തിരയേണ്ട എന്ന് RSS പ്രഖ്യാപിച്ചത്. ഞാൻ ഗൗതത്തിനോട് തിരിച്ചു ചോദിക്കട്ടെ, ശബരിമലയിൽ സ്ത്രീ പ്രവേശനം വേണമെന്ന് പറഞ്ഞ് കോടതിയിൽ പോയതാരാണ്? ആരാണ്? ഇത്തരത്തിലുള്ള ആളുകളാണ്. പക്ഷേ ഒരു സുപ്രഭാതത്തിൽ ഇവിടെ അതല്ല, ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് സുവർണാവസരം മറ്റൊന്നാണെന്ന് കണ്ടപ്പോഴത്തേക്ക് അവർ തീരുമാനം മാറ്റി. കാരണം വ്യക്തമായി അച്ചടിക്കപ്പെട്ട് ലേഖനങ്ങൾ രാജഗോപാലിനടക്കമുണ്ട്, കെ സുരേന്ദ്രനടക്കമുണ്ട്, കോടതി വിധികൾ ഇവിടെ എല്ലാവരും തന്നെ എന്ത് ചെയ്യുക ചെയ്ത് സ്വാഗതം ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ അത്തരത്തിലുള്ള നിലപാടുകൾ വേണമെങ്കിൽ ഏത് സമയത്തും എടുക്കാൻ കഴിയുന്ന ഒരു പ്രസ്ഥാനമാണ്. കാരണം ആ പ്രസ്ഥാനത്തിന് മറ്റ് നിരവധി ഗുണങ്ങൾ കൂടിയുണ്ട്. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് എവിടെയെങ്കിലും രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ എവിടെയെങ്കിലും രജിസ്റ്റർ കൃത്യമായി ഈ പറയുന്ന പോലെ അടയാളപ്പെടുത്തിയിട്ടുണ്ടോ, പൊളിറ്റിക്കൽ പാർട്ടിയാണോ അതോ ഈ പറയുന്ന പോലെ ഒരു സാമൂഹ്യ സംഘടനയാണോ എന്നുള്ളത് പോലും കൃത്യമായി പറയാൻ കഴിയാത്ത, അതിലെ ആരുടെയെങ്കിലും മെമ്പർഷിപ്പ് ഉണ്ടോ, എത്ര പേര് രജിസ്ട്രേഷൻ ഉണ്ടോ, ആരൊക്കെയാണ് മെമ്പർഷിപ്പ് എന്ന് വെച്ചാൽ ഇതൊന്നും പറയാൻ പറ്റില്ല. ഇപ്പോൾ RSSൽ വർക്ക് ചെയ്യുന്ന ഒരാൾ നാളെ ഇപ്പോൾ ഈ പറയുന്ന മഹാത്മാഗാന്ധിയെ വെടിവെച്ച് കൊന്ന ആളുമായി ബന്ധപ്പെട്ട RSSന്റെ പേര് പരാമർശിച്ചാൽ കോടതിയിൽ നിന്ന് വലിയ പ്രശ്നം ഉണ്ടാകും. കാരണം ഡിഫോമേഷൻ നമ്മൾ ശിക്ഷിക്കപ്പെടും. എന്താ കാര്യം? കാരണം ഇത് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യവും അതിനകത്ത് കണ്ടെത്താൻ കഴിയില്ല. ഇന്നിപ്പോൾ ഈ കാരവൻ്റെ അടക്കം നിരവധി ലേഖനങ്ങളിൽ ഇത് വർഷങ്ങളായി ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. കാരണം ഒരു സാമൂഹ്യ സംഘടന വർക്ക് ചെയ്യുന്നു, അവർക്ക് നിരവധി ഔട്ട്ഫിറ്റുകൾ ഉണ്ടാവുന്നു, അവർക്ക് ഈ പറയുന്ന പോലെ മറ്റേ ഫിലോസഫിക്കലായിട്ടുള്ള ഐഡിയോളജി ചെയ്യാനായിട്ട്, സമ്പർക്കം നടത്താനായിട്ട്, അതുപോലെ സേവനം നടത്താനായിട്ട് ഇങ്ങനെ നിരവധി ഔട്ട്ഫിറ്റുകളാണ്. അപ്പോൾ അത്തരത്തിലൊരു പ്രത്യേക രീതിയിൽ ലോകത്ത് തന്നെ ഇത്തരത്തിലുള്ള ഒരു ഔട്ട്ഫിറ്റ് ഉണ്ടാകണം എന്ന് നിർബന്ധമില്ല. അങ്ങനെയുള്ള ഒരു രീതിക്ക് രൂപീകരിക്കപ്പെട്ട ഒരു പ്രസ്ഥാനമാണ് RSS. അതുകൊണ്ട് RSSന്റെ മോഹൻ ഭാഗവതോ
അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ദത്താത്രേയ ഹൊസപ്പിളയോ അല്ലെങ്കിൽ രാം മാധവ് കഴിഞ്ഞവിടെ എഴുതിയ ലേഖനം ഇന്ത്യൻ എക്സ്പ്രസ്സിൽ ഞാൻ നേരത്തെ പറഞ്ഞു. അതായത് മോദി 3.0 എന്ന് പറഞ്ഞു എഴുതിയേക്കുന്നത് മുഴുവൻ മോദിക്കെതിരെയുള്ള വിമർശനങ്ങളായിരുന്നു. ദത്താത്രേയ ഹൊസപ്പിളെ നേരത്തെ വിമർശിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ പിന്നിലുള്ള ഒരു ഐഡിയോളജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബേസിക്കലി ഇതൊരു ഹിന്ദു സൊസൈറ്റിയാണെന്നും ആ ഹിന്ദു സൊസൈറ്റി എല്ലാവരോടും കരുണയും വാത്സല്യവുമുള്ള അനുകമ്പയും ആളുകളാണെന്നും ഒക്കെ ധ്വനിപ്പിക്കുകയും ഭാവിയിലേക്ക് ഒരു ഹിന്ദു രാഷ്ട്രം നിർമ്മിക്കുകയും ചെയ്യണം എന്നുള്ളതാണ് അവരുടെ ഐഡിയോളജി. ഇനി അതിൻ്റെ ചരിത്രത്തിലേക്കൊന്നും കിടക്കുന്നില്ല. ഇത് രൂപീകരിക്കുന്ന സമയത്ത് തന്നെ മുസോളിനിയെ കാണുകയും അത്തരത്തിലുള്ള ഫാസിസ്റ്റ് ഐഡിയോളജികൾ രാഷ്ട്രസ്നേഹികളായിട്ടുള്ള ആളുകൾക്ക് അങ്ങനെ ഒരു നിലപാടെടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഈ രാഷ്ട്രത്തിന് തന്നെ വിരുദ്ധമാണ് എന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കോമൺ ബുദ്ധിയെങ്കിലും ഉണ്ടാവില്ല. അങ്ങനെ ഒരു ഓൺലി ഹിന്ദുക്കൾ മാത്രമുള്ള ബാക്കി എല്ലാവരെയും ചവിട്ടി പുറത്താക്കുന്ന ഒരു നിലപാട് എടുക്കാൻ പറ്റുമോ? ഗൗതത്തിന് മനസ്സിലാക്കാത്തൊരു കാര്യം, ഈ ലോകത്ത് എവിടെയെങ്കിലും ആര്യരക്തം ശുദ്ധരക്തമാണ്, നമ്മൾ ആര്യന്മാർ മാത്രമേ പാടുള്ളൂ എന്ന് വിചാരിച്ചപ്പോൾ അഡോൾഫ് ഹിറ്റ്ലർ ജൂതന്മാർക്കെതിരെ തിരിഞ്ഞു. ശരിയാണ്. പക്ഷെ അത് മുഴുവൻ ജൂതന്മാരെ മുഴുവൻ ഇവിടെ നിന്ന് പുറത്താക്കണം എന്നുള്ളത് കൊണ്ട് മാത്രമല്ല, പകരം ആ ശത്രുവിനെ അവിടെ നിലനിർത്തിക്കൊണ്ട് മാത്രമേ ഇപ്പുറത്തൊരു യൂണിറ്റി ഉണ്ടാക്കാൻ കഴിയുമെന്ന് മനസ്സിലാക്കുന്നതുകൊണ്ടാണ്. ഹിറ്റ്ലർ പക്ഷെ അതിൻ്റെ അതിർവരമ്പ് വിട്ടുപോയി. ഹിറ്റ്ലർ എന്ത് ചെയ്തു? അവരെ കൊന്നൊടുക്കാൻ വേണ്ടി ശ്രമിച്ചു. അതുകൊണ്ടാണ് അത് തകർന്നു പോയത്. ഇന്ന് ലോകത്ത് കാണുന്ന റൈറ്റ് വിങ് ഐഡിയോളജി പൊളിറ്റിക്സ് മുഴുവൻ എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഞാനൊരു ഉദാഹരണം പറയാം. ഇപ്പോൾ അമേരിക്കയിൽ, ബ്രിട്ടനിൽ ഇത്തരത്തിൽ മൈഗ്രൻസ് ആയിട്ടുള്ള ആളുകൾ, അവർക്കെതിരെ ഒരു വികാരം ശക്തിപ്പെടുത്തുന്നത് എന്തിനു വേണ്ടിയാണെന്ന് വെച്ചാൽ അവരെ മുഴുവൻ കടലിൽ കൊണ്ട് താഴ്ത്താനല്ല, പകരം ഇപ്പുറത്തൊരു യൂണിറ്റി ഉണ്ടാക്കുന്നതിനാണ്. താങ്കൾ പറഞ്ഞ വാചകത്തിൽ ഇപ്പോൾ ഈ പറയുന്ന രണ്ട് കാര്യങ്ങൾ കൂടി ആ പ്രസംഗത്തിൽ കൃത്യമായി പറയുന്നുണ്ട്. അതായത് നാഷണൽ സ്പിരിറ്റ് ആൻഡ് ബിലീഫ് ആൻഡ് കോൺഫിഡൻസ് ഇൻ കൾച്ചറൽ ബിലോങ്ങിങ്സ് അക്രോസ് ദ കൺട്രി. ഇത് മൂന്നും വളർത്തണമെന്നാണ്. എന്ന് പറഞ്ഞാൽ ഒന്ന് നാഷണലിസ്റ്റ് സ്പിരിറ്റ്, അത് എന്ത് ചെയ്യണം? വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കണം എന്നാണ്. അതായത് തീവ്ര ദേശീയത അല്ലെങ്കിൽ ദേശീയത എന്ന് അവർ വിളിക്കുന്ന തീവ്ര ദേശീയത എന്ന് ഞാൻ വിളിക്കുന്ന കാര്യം എന്ത് ചെയ്യണം? വർദ്ധിപ്പിക്കണമെന്നാണ്. അല്ലെങ്കിൽ ഈ പറഞ്ഞ കൾച്ചറൽ ബിലോങ്ങിങ്സിലുള്ള കോൺഫിഡൻസും അതുപോലെ ബിലീഫും എന്ത് ചെയ്യണം? കൂട്ടുന്നതാണ്. എന്ന് പറഞ്ഞാൽ RSSന്റെ ഐഡിയോളജി അതാണ്, കൾച്ചറൽ നാഷണലിസമാണ്. എന്ന് പറഞ്ഞാൽ സാംസ്കാരിക ദേശീയതയാണ്. അത് പുള്ളി ഒന്നുകൂടി വിടർത്തി എന്ത് ചെയ്യുന്നേ ഉള്ളൂ, പറഞ്ഞതേ ഉള്ളൂ. അതിൻ്റെ രണ്ട് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടി ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് അത്തരത്തിലുള്ള സാധനങ്ങളൊക്കെ ആവശ്യമുണ്ടോ? ഇപ്പോൾ നമുക്കറിയാം, പാകിസ്ഥാനും ഇപ്പോൾ താലിബാനും തമ്മിൽ അടിയാണ്, അല്ലെങ്കിൽ പല സ്ഥലങ്ങളിൽ ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇത്തരത്തിലുള്ളൊരു ഫ്രിക്ഷൻ രൂപപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ളൊരു നാഷണൽ ഐഡൻറ്റിറ്റിയിൽ ഉറച്ചു നിൽക്കുക എന്ന് പറയുന്നൊരു സംഭവം വേണം. അതായത് വിവിധ തരത്തിലുള്ള ജാതികളും സംസ്കാരങ്ങളും ഭാഷകളും ഒക്കെ ഉണ്ടായിക്കോട്ടെ, അവരൊക്കെ അങ്ങനെ തന്നെ നിലനിന്നോട്ടെ, പക്ഷേ ഒരു ചരടിൽ അവരെ ബന്ധിക്കേണ്ട ഒരു ആവശ്യമുണ്ടോ ഇത്തരത്തിലുള്ള തർക്കം രൂപപ്പെടാതിരിക്കാൻ? ഈ ഗൗതത്തിൻ്റെ ഈ വർത്തമാനം കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര അത്ഭുതമാണെന്ന് തോന്നുന്നു. എന്താ കാര്യം എന്ന് വെച്ചാൽ, അപ്പോൾ ഗൗതം വിചാരിക്കുന്നത് ഇവിടുത്തെ ആളുകൾക്ക് രാജ്യസ്നേഹം ഇല്ലാതിരുന്നുകൊണ്ട് ഇവിടെയുള്ള ആളുകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നമുണ്ടായിരുന്നു എന്നാണോ? എൻ്റെ പൊന്ന് ഗൗതം, അത് RSS കൊണ്ടുവന്നതൊന്നുമല്ല. ഇന്ത്യ എന്ന് പറയുന്ന ഒരു രാജ്യം ബ്രിട്ടീഷ് ഗവൺമെൻറ് കാലത്ത് മൈസൂരും അതുപോലെ തിരുവിതാംകൂറും കൊച്ചിയും ഒക്കെ പല രാജ്യങ്ങളായി വിഭജിച്ചുകൊണ്ടിരുന്ന സമയത്ത്, പരസ്പരം യുദ്ധം ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് പോലും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇന്ത്യ എന്ന് പറയുന്നൊരു വികാരമുണ്ടാക്കുകയും ചില നാട്ടുരാജ്യങ്ങളെ സർദാർ വല്ലഭായ് പട്ടേൽ ബലം പിടിച്ച് ചേർക്കേണ്ടി വന്നെങ്കിലും മഹാഭൂരിപക്ഷം ജനങ്ങളും ഇന്ത്യൻ യൂണിയനിൽ ചേരണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്ത ഒരു ദേശീയ ബോധം നമുക്ക് നേരത്തെ ഉണ്ട്. അതിനുവേണ്ടി ഇപ്പോൾ RSS വന്നിട്ട് പ്ലീസ് ഹിന്ദുവും മുസ്ലിമും അതുപോലെ പാഴ്സിയും സിഖുകാരും തമ്മിൽ അടിയുണ്ടാക്കല്ലേ, അതുകൊണ്ട് നമ്മൾ ഒന്നായി നിൽക്കണം എന്ന് പറയുന്ന ദേശീയത ഒന്നും ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. ഒന്ന്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ ദേശീയത എന്തിനെ അടിസ്ഥാനമാക്കിയാണ് ഉണ്ടാക്കുന്നത്? നിങ്ങൾ പാകിസ്ഥാൻകാരനാണെന്ന് വിളിക്കുന്ന ദേശീയതയാണ്. ഈ ഇന്ത്യയിലുള്ള മറ്റേതെങ്കിലും മതത്തിൽപ്പെട്ട ഒരു മുസൽമാനെ നിങ്ങൾ പാകിസ്ഥാനിലേക്ക് പോകൂ എന്ന് വിളിക്കുന്ന ദേശീയതയാണ്. അതിൻ്റെ പേര് ദേശീയത എന്നല്ല, അതൊരു അൾട്രാ നാഷണലിസമാണ്. എന്ന് പറഞ്ഞാൽ തീവ്ര ദേശീയതയാണ്. ആ തീവ്ര ദേശീയത ലോകത്തെവിടെയും ഉൽപ്പാദിപ്പിക്കുന്ന ആളുകളെ തമ്മിൽ ഒന്നിച്ചേർക്കാനല്ല, പകരം ഈ പറയുന്ന പോലെ ഒരു ശത്രുവിനെ ചൂണ്ടിക്കാണിക്കുകയും ആ ശത്രുവിനെതിരെ നമ്മൾ ഹിറ്റ്ലറൊക്കെ പറഞ്ഞ പോലെ, മുസോളിനി പറഞ്ഞ പോലെ ആര്യരക്തം നല്ല രക്തമാണ്, ജൂതന്മാർ ഇവിടെ നിൽക്കുന്നതാണ് നമ്മുടെ പ്രശ്നം, അവൻ ഈ പറഞ്ഞ പോലെ നമുക്ക് പ്രശ്നം ഉണ്ടാക്കുമെന്ന് ചിന്തിക്കുന്ന ഈ പറഞ്ഞ പോലെ കുടിലതയുടെ ഒരു രാഷ്ട്രീയം അടങ്ങിയിട്ടുള്ള ഒരു കാര്യമാണ്. അല്ലാതെ ഗൗതം ഉദ്ദേശിക്കുന്ന പോലെ വളരെ മഹത്തായ മാനവികതയൊന്നും ഇതിൻ്റെ അകത്തില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ ഗൗതത്തിനോട് ഒരു കാര്യം ചോദിക്കട്ടെ, എന്തുകൊണ്ടാണ് ഈ പറയുന്ന ഷെഡ്യൂൾഡ് കാസ്റ്റ്, ഷെഡ്യൂൾഡ് ട്രൈബ്, ട്രൈബൽസ്, ആദിവാസികൾ, ഗോത്രവർഗ്ഗക്കാർ, ഹിന്ദു, ഈഴവ, നായർ, ഈ പറയുന്ന ബ്രാഹ്മണൻ വരെയുള്ള കമ്മ്യൂണിറ്റികൾക്ക് തമ്മിൽ വേർതിരിവുണ്ടാക്കരുത് എന്ന് പറഞ്ഞ് അതിനെതിരെ വലിയൊരു റിനേസൻസിന്, വലിയൊരു പുനരുദ്ധാനത്തിന് RSS പോകാത്ത എന്തുകൊണ്ടാണ്? RSS പറയുന്നത് ഞങ്ങൾക്ക് ജാതിയില്ല, ഞങ്ങൾക്ക് മതമില്ല എന്നാണ്. ശരി, ഓക്കെ. പക്ഷെ ഇത്തരത്തിലുള്ള ഒരു കാര്യത്തിലേക്ക് പോകാത്ത എന്തുകൊണ്ടാണ്? അത്തരത്തിലുള്ള കാര്യത്തിലേക്ക് പോയത് ഇവിടുത്തെ CPM പോലെയുള്ള, കോൺഗ്രസ് പോലെയുള്ള രാഷ്ട്രീയ പാർട്ടികളാണ്. അതുകൊണ്ട് ഈ പറയുന്ന പോലെ ആളുകൾക്ക് തുല്യത നേടിക്കൊടുക്കാൻ, ആളുകൾക്ക് നീതി നേടിക്കൊടുക്കാൻ ഒരു നാഷണൽ അവബോധം വേണം, ദേശീയ അവബോധം വേണമെന്നൊക്കെ പറയുന്നുണ്ടല്ല,
ചിരി വരുത്തും എന്ന് മാത്രമേ ഉള്ളൂ. അല്ല, പക്ഷെ തെരഞ്ഞെടുപ്പ് സമയത്തുമ്പം ഈ CPM ആയാലും കോൺഗ്രസ് ആയാലും ജാതിയും മതവും നോക്കിയിട്ട് ആളുകളെ പല സ്ഥലങ്ങളിൽ നിർത്തുന്ന സാഹചര്യം ഉണ്ടല്ലോ. ഞാൻ ഗൗതത്തോട് തിരിച്ചു ചോദിക്കുന്നു. ഇപ്പം ഏറ്റവും കൂടുതൽ ഈഴവരുള്ളൊരു മണ്ഡലമാണ് അമ്പലപ്പുഴ എന്ന് പറയുന്നത്. അവിടെ CPM-ന്റെ സ്ഥാനാർത്ഥി H. സലാമാണ്. CPM-ന്റെ സ്ഥാനാർത്ഥി H. സലാമാണ്. പിന്നെ ഇനി അങ്ങനെ അങ്ങനെ ഒരു പ്രവണത ഇല്ലേ? അല്ല, അങ്ങനെ ഒരു പ്രവണതയുള്ളത് എന്തുകൊണ്ടാണ്? ആളുകളുടെ മനസ്സിൽ ഇപ്പോഴും ജാതീയമായി സ്വന്തം ജാതിക്കാരന് വോട്ട് ചെയ്യാനുള്ള ഒരു ചിന്ത ഉള്ളതുകൊണ്ടാണ്. ഞാൻ പക്ഷെ പറയുന്നൊരു കാര്യം, RSS-ഉം BJP-യും ശക്തിപ്പെടുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന് വെച്ചാൽ ഇത് കൂടുകയാണ് ചെയ്യണത്, കുറയല്ലല്ലോ ചെയ്യണത്. ഇപ്പൊ ഉത്തർപ്രദേശിലായിക്കോട്ടെ, എവിടെ ആയിക്കോട്ടെ, കേരളത്തിലെ കാര്യത്തിലേക്ക് വരാം. നമ്മൾ പ്രേക്ഷകർക്ക് കൃത്യമായിട്ട് മനസ്സിലായി. ഇപ്പോൾ കേരളത്തിൽ ജാതി ചിന്തയും ഈ പറഞ്ഞ പോലെ ഹിന്ദുവും ക്രിസ്ത്യനും മുസ്ലിം ആണെന്നുള്ള ചിന്ത കൂടിയതിന്റെ കാരണം എന്താണ്? അത്തരത്തിലുള്ള ഒരു അജണ്ട വെച്ചുകൊണ്ട് ശബരിമല പ്രക്ഷോഭം അടക്കമുള്ള നിരവധി പ്രക്ഷോഭങ്ങളിൽ BJP-യുടെ ഇടപെടൽ കൊണ്ടാണ്. അപ്പോൾ BJP എവിടെയൊക്കെ ഇടപെട്ടിട്ടുണ്ടോ അവിടെയെല്ലാം ഇത് കൂടുകയാണ് ചെയ്തേക്കണത്, അല്ലാതെ ഇത് കുറയുകയല്ല ചെയ്തേക്കണത്. അല്ല, ഇപ്പോൾ ഉത്തർപ്രദേശിൽ പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഇപ്പോൾ 2-3 ദിവസങ്ങൾക്ക് മുമ്പ് അവിടുത്തെ സർക്കാർ എടുത്തത് ഈ ജാതി ഗ്ലോറിഫൈ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് പോലീസ് റെക്കോർഡിൽ നിന്ന് അല്ലെങ്കിൽ നമ്പർ പ്ലേറ്റുകളിൽ നിന്ന് എവിടെയും നിങ്ങൾ സർനെയിമായിട്ട് ജാതി കൊടുക്കാൻ പാടില്ല അതിനൊക്കെ വാനിഷ് ചെയ്തിരിപ്പിക്കുകയാണ്. അതൊരു ഭയങ്കര ഹിസ്റ്റോറിക്കൽ നിലപാടാണെന്നൊക്കെ പറഞ്ഞിട്ട് പലരും കൈയടിക്കുന്നുണ്ട്. അതുകൊണ്ടല്ല ഗൗതം, ഉത്തർപ്രദേശ് ഗവൺമെൻറ് ആകെ അപകടത്തിലാണ്. അതുകൊണ്ടാണ് പ്രശ്നം. അതെന്താണെന്ന് പറഞ്ഞുതരാം. ഇപ്പം നാളെ ഇന്ത്യയിലൊരു ഹിന്ദുരാഷ്ട്രമായി എന്ന് വിചാരിച്ചു, BJP-യും തകർന്നു പോകും. അതുപോലെ വലിയ പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടാവും. എന്താ കാര്യം? ഇപ്പോഴും അവർ ഹിന്ദു രാഷ്ട്രമാണെന്നാണ് ഇപ്പൊ ഇതിലും പറഞ്ഞിരിക്കുന്ന പുള്ളി. അതാണ് ഇനി ആക്കാനൊന്നുമില്ല. BJP-യും അതുപോലെ RSS-ഉം ഒക്കെ തന്നെ എല്ലാ സമസ്ത മേഖലകളിലും പിടിമുറുക്കിയിട്ടുണ്ടെങ്കിൽ പോലും ഇതൊരു ഒഫീഷ്യലി ഇപ്പൊ സ്റ്റേറ്റ് ഓഫ് ഇസ്ലാമിക് എന്നുള്ളതൊക്കെ പ്രഖ്യാപിക്കപ്പെട്ടിട്ടില്ലല്ലോ. ഇപ്പൊ നമ്മൾ സാധാരണ രാജ്യങ്ങൾ പ്രഖ്യാപിക്കുന്ന പോലെ ഞങ്ങളൊരു മുസ്ലിം രാഷ്ട്രമാണ് എന്നുള്ളതിലേക്ക് ഇപ്പോൾ ഇറാനോ അല്ലെങ്കിൽ സൗദി അറേബ്യയോ പ്രഖ്യാപിക്കുന്ന പോലെ പ്രഖ്യാപിച്ചിട്ടില്ല. പ്രഖ്യാപിക്കപ്പെട്ടാൽ എന്താ സംഭവം എന്ന് വെച്ചാൽ ഈ ഹിന്ദു സൊസൈറ്റി എന്ന് വിളിക്കുന്ന സോക്കോൾഡ് ഹിന്ദു സൊസൈറ്റിക്കകത്ത് പിന്നൊരു എതിരാളി ഇല്ലാതാവുകയും അവർ തമ്മിൽ അവർ തിരിച്ചറിയുകയും ആ ഉള്ളിൻ്റെ ഉള്ളിൽ തന്നെയുള്ള എതിരാളികളെ കണ്ടെത്തുകയും ചെയ്യും. അതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട പ്രശ്നം. ഇപ്പോൾ ഉത്തർപ്രദേശിൽ യോഗി ആദിത്യനാഥ് ഈ നിയമം കൊണ്ടുവന്നേക്കുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? 2024 എങ്ങനെയാണ് യോഗി ആദിത്യനാഥിനും BJP-ക്കും തിരിച്ചടിയേറ്റത് പഠിക്കണ്ടേ? പഠിച്ചു നോക്ക്. ഒരൊറ്റ കാര്യമേ ഉള്ളൂ. അതർ ബാക്ക്വേർഡ് ക്ലാസ്സസും ഷെഡ്യൂൾഡ് കാസ്റ്റും ഷെഡ്യൂൾഡ് ട്രൈബും ആയിട്ടുള്ള നിരവധി ആളുകൾ BJP-ക്കെതിരെ തിരിഞ്ഞു. കാരണം അവിടുത്തെ ഈ പറഞ്ഞ പോലെ 1%, 2% വരുന്ന ബ്രാഹ്മണ പൊളിറ്റിക്സ് ആണ് BJP അപ്ഹോൾഡ് ചെയ്യുന്നത് എന്ന് പറയുന്ന ചിന്തയിലേക്ക് അവർ വന്നു. അതായത് ഞങ്ങളെ ദ്രോഹിക്കുന്നത് നേരത്തെ മുസ്ലിം ആണെന്ന് പറഞ്ഞുകൊണ്ടിരുന്നത് മുസ്ലിം ഞങ്ങളെ ദ്രോഹിക്കത്തില്ല, പകരം ആകെ ദ്രോഹിച്ചുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾക്ക് മറ്റേ വഴി നടക്കാനുള്ള സ്വാതന്ത്ര്യം മുതൽ മറ്റ് നിരവധി സ്വാതന്ത്ര്യം മുതൽ ഞങ്ങളുടെ ജോലികൾ തട്ടിയെടുക്കുന്ന മുതൽ ഞങ്ങൾക്ക് അണ്ടർ സെക്രട്ടറിമാരിൽ 3 പേര് പോലും ഇല്ലാത്തതിൻ്റെ കാര്യം BJP 10 കൊല്ലം ഭരിച്ചിട്ട് ഇതൊന്നും നൽകാത്തത് ഇവർ കാണിക്കുന്ന അനീതിയാണെന്ന് വന്നു. അതുകൊണ്ടാണ് ഇവർ ജാതിയെ പേടിക്കുന്നത്. ജാതി എന്ന് ഇവിടെ പറഞ്ഞാൽ പോലും BJP-ക്ക് പേടിയാണ്, മുസ്ലിം RSS-ന് പേടിയാണ്. കാരണം എന്താ? ഹിന്ദു എന്ന് പറയുന്ന ഒരു സംശയക്കകത്ത് ഇവരെല്ലാവരെയും ഒന്നിപ്പിക്കാൻ പറ്റുമോ എന്നാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഒന്നിപ്പിക്കാൻ പറ്റും ഗൗതം. എന്ത് ചെയ്യണമെന്ന് അറിയാം? ആദ്യം എന്താ അറിയോ? ഷെഡ്യൂൾഡ് ട്രൈബും ഷെഡ്യൂൾഡ് കാസ്റ്റും അതുപോലെ തന്നെ ഈഴവ അതുപോലെ നായർ ബ്രാഹ്മൺ കമ്മ്യൂണിറ്റികളും എല്ലാവരോടും നിങ്ങൾ ഒരേപോലെ സമന്മാരായി കാണാൻ പറയണം. എല്ലാ മനുഷ്യരെയും സമന്മാരായി കാണാൻ പറയണം. ഗൗതം ഈ ഉത്തർപ്രദേശിലേക്കൊന്നും പോകണ്ട. ഞാൻ കേരളത്തിൽ ഒരു കാര്യം ചോദിക്കാം. ആ ഇഷ്യൂ ടേക്കപ്പ് ചെയ്യാൻ RSS-നോ സംഘപരിവാറിന്റെ ധൈര്യം ഉണ്ടോ? ശബരിമലയിൽ മേൽശാന്തി ആവണമെങ്കിൽ എന്ത് വേണം? നിങ്ങൾ ബ്രാഹ്മണനായിരിക്കണം. അതുകൊണ്ടാണല്ലോ സുരേഷ് ഗോപി പറഞ്ഞത് ബ്രാഹ്മണനായിട്ട് എനിക്ക് ദൈവത്തെ പൂജിക്കണമെന്ന്. പറയട്ടെ, സംഘപരിവാർ പ്രസ്ഥാനത്തിലെ ഇതാണല്ലോ VHP. അവരുടെ പല ക്ഷേത്രങ്ങളിലും ഈ ജാതി ഇല്ലാതെ ആളുകൾ നോക്കാതെ പൂജ ചെയ്യാൻ പറ്റുന്ന സാഹചര്യമുണ്ട്. അതോടൊപ്പം തന്നെ ഷർട്ട് ഇട്ടിട്ട് തന്നെ ക്ഷേത്രത്തിൽ കയറാൻ പറ്റുന്ന ഒരുപാട് സന്ദർഭങ്ങളുണ്ട്. എൻ്റെ ചോദ്യം അതല്ലല്ലോ ഗൗതം. അപ്പൊ ഗൗതം ഈ പറഞ്ഞ ഒരു 4 ക്ഷേത്രം അത് താങ്കൾ പറഞ്ഞതാണ്. അതിന്റെ എന്തുകൊണ്ടാണ് അത് പറഞ്ഞത്? അങ്ങനത്തെ ഒരു ജാതി മെന്റാലിറ്റി ആളുകൾക്കിടയിലുണ്ട്. അപ്പൊ ആളുകൾ ഇവർക്കെതിരെ തിരിച്ചടിയാവും എന്ന് ഭയപ്പെട്ടുകൊണ്ട് നീങ്ങുന്നില്ല. ഒരു മിനിറ്റ്. അപ്പൊ ആ ജാതി ചിന്ത ആർക്കും ഉണ്ട്, ഈ പറയുന്ന ആർക്കും ഉണ്ട്, BJP-ക്കുണ്ട്. മനസ്സിലായോ? CPM-ന്റെ കാര്യം മാത്രമേ CPM-നില്ല. CPM-ഉം കോൺഗ്രസും ജാതി ചിന്ത ഉണ്ടായിരുന്നെങ്കിൽ വഴി നടക്കാനുള്ള സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഇവിടെ സമരം ചെയ്തതാരാണ്? ഇവിടെ ഈ പറഞ്ഞ പോലെ താഴേക്കിടയിലുള്ള സാധാരണക്കാരായിട്ടുള്ള കമ്മ്യൂണിറ്റികൾ ഉയർത്തിക്കൊണ്ടുവന്ന ആരാണ്? ഇപ്പൊ ചെയ്യുന്നുണ്ടോ ഇല്ല എന്നുള്ളത് വേറെ കാര്യം. നേരത്തെ അത് ചെയ്തുകൊണ്ടിരുന്നത് CPM-ഉം കോൺഗ്രസും ഒക്കെ തന്നെയാണ്. ഞാൻ ചോദിക്കുന്നത് BJP-ക്കും RSS-നും ഈ ഒരു ഇഷ്യൂ ടേക്കപ്പ് ചെയ്യാൻ ധൈര്യമുണ്ടോ? അതായത് ഇപ്പോൾ ഒരു ഈഴവനായിട്ടുള്ള ഒരു നായരായിട്ടുള്ള ഒരാൾക്ക് പോലും ശബരിമലയിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, ശാന്തിയാകാൻ പറ്റില്ല. ഞാൻ ഗൗതത്തിനോട് തിരിച്ചു ചോദിക്കുന്നു, എനിക്ക് താങ്കളുടെ ഒരു അഭിപ്രായം കേൾക്കട്ടെ.
ഈ ദൈവത്തിന് ബ്രാഹ്മണൻ വന്ന് പൂജ ചെയ്താലേ പറ്റുള്ളൂ എന്ന് ദൈവം അല്ല പറഞ്ഞു. എന്താ അവിടെ എന്താണ് അല്ല ഒരു മിനിറ്റ് ചോദ്യം സ്കിപ്പ് ചെയ്യല്ലേ? അല്ല അവിടെ പറഞ്ഞിട്ടുണ്ടോ? അല്ല ഒരു സംവിധാനത്തിൽ അവന് അതിൻ്റെതായിട്ടുള്ള ക്വാളിഫിക്കേഷനും അല്ലെങ്കിൽ മറ്റു പരിപാടികളും ഉണ്ട്, ആചാരവും ഉണ്ട്. അപ്പൊ അത് പഠിച്ചിട്ട് ഒരാൾക്ക് ചെയ്യാന്നുള്ളതാണല്ലോ. അതങ്ങനെയാണ് എല്ലാ മതത്തിലും അങ്ങനെയാണ്. അപ്പൊ ഞാൻ പറയണ താങ്കൾ ഉന്നയിച്ച കാര്യം എന്ന് പറയുന്നത് വളരെ പുരോഗനാത്മകമായിട്ടുള്ള ഒരു കാര്യമാണ്. ബ്രാഹ്മണൻ എന്ന് പറയുന്നത് ക്വാളിഫിക്കേഷൻ അല്ല, അതിനെ വളരെ എന്റെ ചോദ്യം വളരെ ലളിതമാണ്. നിങ്ങൾക്ക് അക്വയർ ചെയ്യാവുന്ന ഒരു സ്കിൽ അത് നിങ്ങൾ ചൂണ്ടിക്കാണിക്കൂ. എന്നിട്ട് ഈ പറയുന്ന പോലെ ഷെഡ്യൂൾഡ് കാസ്റ്റിനോടും ഷെഡ്യൂൾഡ് ട്രൈബിനോടും ഈഴവനോടും നായരോടും നിങ്ങൾ പറയൂ ഇത് അക്വയർ ചെയ്യണം എന്ന് പറയൂ. അത് അക്വയർ ചെയ്യാം. പക്ഷെ നിങ്ങൾ അറിയേണ്ടത് നിങ്ങളൊരു നമ്പൂതിരി ആയതുകൊണ്ട്, നിങ്ങളൊരു ബ്രാഹ്മണ ആയതുകൊണ്ട്, നിങ്ങളൊരു പ്രത്യേക കുടുംബത്തിൽ ജനിച്ചു വീണുകൊണ്ട് ആ കുടുംബം അങ്ങനെ അറിയപ്പെട്ടിരുന്നുകൊണ്ട് മാത്രം നിങ്ങൾക്കൊരു പ്രത്യേക പ്രിവിലേജ് കിട്ടുന്നു എന്നുള്ളത് ഇപ്പോഴും കേരളത്തിൽ നിലനിൽക്കുന്നു. അതിന്റെ ഉദാഹരണമാണ് തെറ്റാണ്. ഒരിക്കലും ജാതിപരമായിട്ട് എന്താണ് ജനിച്ചതിന്റെ അടിസ്ഥാനത്തിൽ മാത്രം കിട്ടേണ്ട ഒരു ക്വാളിഫിക്കേഷൻ അല്ല. അത് മറ്റു പ്രവൃത്തി കൊണ്ട്, അത് ഏതും അങ്ങനെയാണ്. ശബരിമലയിലും എപ്പോഴും തീരുമാനിക്കുന്നത് അങ്ങനെയാണ്. പ്രവൃത്തി കൊണ്ടും കിട്ടേണ്ട ഒരു സാധനമാണ്. ഞാൻ പറയട്ടെ, അതൊക്കെ കാലോചിതമായിട്ട് മാറേണ്ട ഒരു സംവിധാനമാണ്. പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ആർക്കും അത് മാറ്റാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെയാണെങ്കിൽ താങ്കൾ ഈ പറഞ്ഞ സാധനം എന്ന് പറയുന്നത് വളരെ പുരോഗനാത്മകമാണ്. BJP മാത്രമല്ല, അത് ടേക്കപ്പ് ചെയ്യാൻ എന്തുകൊണ്ട് CPM-നും കോൺഗ്രസിനും പറ്റുന്നില്ല? ഏതാ അവിടെയാണ് ഈ ചോദ്യത്തിനോട് ഞാൻ മറുപടി പറയാം. CPM-നും കോൺഗ്രസിനും പറ്റാത്തതിന്റെ കാര്യം, CPM-ഉം കോൺഗ്രസും ഈ കേരളത്തിലെ ജനതയെ അല്ലെങ്കിൽ ഇന്ത്യയിലെ തന്നെ ജനതയെ ഏതാണ്ട് ഒരു പരിധിവരെ പഴയ കാലങ്ങളിൽ നിന്ന് മുന്നോട്ട് നയിച്ചുകൊണ്ടിരുന്നവരാണ്. ആ നയിച്ചുകൊണ്ടിരുന്ന സ്ഥലത്തേക്കാണ് BJP എന്ന് പറയുന്ന വളരെ മൈറ്റിയസ്റ്റ് ആയിട്ടുള്ള ഈ പറഞ്ഞ പോലെ റൈറ്റ് വിങ് അജണ്ടയുമായിട്ടുള്ള ഒരു രാഷ്ട്രീയ പാർട്ടി വരുന്നത്. അവരുടെ സ്വാധീനത്തിലേക്ക് ഇത്തരം ആളുകൾ കൂടി പെട്ടുപോയത് കൊണ്ടാണ് യഥാർത്ഥത്തിൽ കോൺഗ്രസിനും ഈ പറയുന്ന പോലെ CPM-നും പോലും വേറെ നിവൃത്തിയില്ലാതെ സ്ത്രീ പ്രവേശനത്തെ അനുകൂലിക്കാത്ത സ്ഥിതിയിലേക്ക് വന്നത്, NSS-ഉമായി കൂട്ടിയേറേണ്ടി വന്നത്. അതിൻ്റെ ഏറ്റവും വലിയ ഫോഴ്സ് എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള റൈറ്റ് വിങ് അജണ്ടയുള്ള ശക്തിക്ക് പ്രാമുഖ്യം കിട്ടുന്നതാണ്. അത് യാഥാർത്ഥ്യമായി തന്നെ എന്ത് ചെയ്യണം, കാണണം. ഇപ്പൊ ബ്രിട്ടനിൽ വളരെ ലിബറൽ ആയിട്ടുള്ള വരുന്ന മൈഗ്രൻസിനെ അവർ നേരെ ഹോട്ടലിൽ കൊണ്ടുപോയി 5 സ്റ്റാർ ഹോട്ടലിൽ കൊണ്ടുപോയി താമസിച്ചുകൊണ്ടിരുന്നവരാണ്. പക്ഷെ അവർക്ക് അവിടെയുള്ള ഇടതുപക്ഷ അനുകൂലികളായിട്ടുള്ള അല്ലെങ്കിൽ ലെഫ്റ്റ് വിങ് എന്ന് വിളിക്കാവുന്ന, ഞാൻ പറഞ്ഞ CPM അല്ല, അതോർത്ത് പറയേണ്ട, അത്തരത്തിലുള്ള ആളുകൾക്ക് പോലും നിലപാടെടുക്കാൻ ഭയമായത് ഒരു രാജ്യത്തിലെ മഹാഭൂരിപക്ഷം ജനങ്ങളും ഒരു നിലപാടിനൊപ്പം നിൽക്കാവുന്ന ലെവലിലേക്ക് ഒരു മസ്തിഷ്ക പ്രക്ഷാളനം നടത്തി അവരുടെ ഈ പറയുന്ന അജണ്ട കൃത്യമായി ഇൻഫിൽട്രേറ്റ് ചെയ്തുകൊണ്ടാണ്. പക്ഷെ അത് RSS-നെയും അതുപോലെ BJP-യെ കണ്ട് പഠിക്കുന്നത് ഈ വോട്ടാണ് പേടി. വോട്ട് മാത്രമല്ല പേടി. RSS കഴിഞ്ഞ 100 കൊല്ലങ്ങളായി ഒരു ചാനൽ ചർച്ചയിൽ പങ്കെടുക്കാതെ, ഒരു യൂട്യൂബ് വീഡിയോ ചെയ്യാതെ ഗ്രൗണ്ട് ലെവലിൽ കൃത്യമായി അവർ പണിയെടുക്കുന്നു. 6800ഓളം വരുന്ന ശാഖകൾ കേരളത്തിലുണ്ട്. അങ്ങനെ അവർ നിരന്തരമായി പണിയെടുത്തതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ വിചാരിക്കുന്നത് കുറച്ച് കഴിയുമ്പോൾ NSS-ന് പോലും ഒറ്റക്കൊരു തീരുമാനമെടുക്കാൻ വഴിയില്ല. അതിനേക്കാൾ ഭീകരമായി RSS-ഉം BJP-യും ഒക്കെ NSS-നെ പോലും വിഴുങ്ങുമെന്നാണ്. SNDP-യെ യഥാർത്ഥത്തിൽ ഇപ്പം തന്നെ ഏതാണ്ട് അതിൻ്റെ നേതൃത്വത്തെ തന്നെ ഏതാണ്ട് പകുതി അവരെന്ത് ചെയ്തിട്ടുണ്ട്, വരുതിയിലാക്കി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത്തരം ലെവലുകളിലേക്ക് ഒരു സംസ്ഥാനത്തെയും ഒരു ഇന്ത്യയിലെയും രാഷ്ട്രത്തിലെയും ഒക്കെ ജനത്തെ കൊണ്ടുപോകുന്നു എന്നുള്ളതാണ്. ആ കൊണ്ടുപോകുന്നതിൻ്റെ ഒരു ഘട്ടമായിട്ട് മാത്രമേ ഈ മോഹൻ ഭഗവതിന്റെ പ്രസംഗത്തെയും കാണുന്നുള്ളൂ. അത് പുരോഗമനാത്മകപരമല്ല. കൊണ്ടുപോകും. അതല്ല എന്നുള്ളത് കുറച്ച് കഴിയുമ്പോൾ ജനത്തിന് മനസ്സിലാവും. ചിലപ്പോൾ നമ്മളൊക്കെ മരിച്ചു പോകും, പക്ഷേ എങ്കിലും ജനത്തിന് മനസ്സിലാവും. കാരണം ഒരു തിരിച്ചു നടപ്പ് തീർച്ചയായിട്ടും അനിവാര്യമാണ്.